ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ഒരു വഴുതനങ്ങ തീയലാണ്. തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. വഴുതനങ്ങ തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വഴുതനങ്ങയാണ്. അത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് വയലറ്റ് കളറിലെ വഴുതനങ്ങ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ്. പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് 2 എണ്ണമാണ്. അതുപോലെ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീയലിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങയെല്ലാം ആദ്യം വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുക്കാൻ വെച്ചിട്ട് നമ്മൾ മറ്റു ജോലികൾക്കൊന്നും പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ തേങ്ങയുടെ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീയലിൻ്റെ മസാല പാകത്തിന് വറുത്തെടുത്താൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. തേങ്ങ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. ആ പൊടിയുടെ പച്ചമുളകൊന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇത് കറിക്ക് ആവശ്യമായ വാളംപുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് വെച്ചതാണ്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം. കറിവേപ്പില ഉണക്കമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള വേണമെങ്കിൽ ചേർക്കാം. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ പറ്റുമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളിയും പച്ചമുളകും 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അഞ്ചാറ് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും വഴുതനങ്ങയെല്ലാം ഒന്ന് സോഫ്റ്റായി വഴുതനങ്ങയുടെ പുറത്തൊക്കെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അരപ്പെല്ലാം വഴുതനങ്ങയിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അരച്ച മിക്സി കഴുകിയ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി കൂടുതൽ തിക്കായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം.
ഇടയ്ക്ക് പാൻ്റെ മൂടിയൊന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരക്ക് പകരമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കറിയുടെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിക്ക്. വീണ്ടും പാനൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാൻ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകി പോകേണ്ട, കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കറി വീണ്ടും കുറുകി വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പാകത്തിൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറി കുക്ക് ചെയ്തതിന് ശേഷം കുറേ സമയം കഴിയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ തിക്കായി പോവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് ലൂസാക്കി എടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇപ്പോൾ വഴുതനങ്ങ പാകത്തിന് വെന്ത് കറിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായ വഴുതനങ്ങ തീയൽ റെഡിയായിട്ടുണ്ട്. റെഡിയായ കറി നമുക്കൊരു 5 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. കറി ഞാനിവിടെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.